ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്കൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് നമ്മൾ ഒരുപാട് ഹെയർ പാക്കുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ താരൻ വലിയൊരു പ്രശ്നമുള്ള ഒരു കാരണമാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ എത്ര ഹെയർ പാക്ക് പറഞ്ഞു കൊടുത്താലും ഈ താരൻ എന്ന് പറഞ്ഞ ഐറ്റം നമ്മുടെ തലയിലുണ്ടെങ്കിൽ അങ്ങനെ എളുപ്പം കൊണ്ട് നമ്മുടെ മുടിക്ക് നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ താരൻ പോകാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ഹെയർ പാക്ക് വേണമെങ്കിലും ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്കും ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താരം വന്നു കഴിഞ്ഞാൽ മുടി കംപ്ലീറ്റ് കൊഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു പാക്ക് ഇട്ടിട്ടും വലിയൊരു കാര്യമൊന്നുമില്ല, അങ്ങനെ വിചാരിച്ച റിസൾട്ട് കിട്ടില്ല, ഞങ്ങളൊക്കെ വെറുതെ പറയാന്നുള്ള ഒരു ധാരണയൊക്കെ വരും. ആദ്യം നമ്മൾ അറിയേണ്ടത് ഈ താരൻ എന്തുകൊണ്ടാണ് വരണേന്നുള്ളതാണ് ആദ്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യം. പലരുടെയും ധാരണ ഈ എണ്ണ തലയിലിരിക്കുമ്പോഴും ഈ പൊടി തലയിലിരിക്കുമ്പോഴൊക്കെയാണ് താരൻ വരണേന്നാണ്. പക്ഷെ അതൊന്നല്ല. താരന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കണ കുറച്ച് കാര്യങ്ങൾ വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ നമുക്ക് താരൻ വരാം ട്ടോ. അതുപോലെ നമ്മുടെ കുടലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ടും താരൻ വരാം. ഇത് ഞാൻ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോഴൊക്കെയാണ് നമ്മൾ ഈ താരം പോകാതിരുന്നപ്പോഴൊക്കെയാണ് ഡോക്ടർ ഈ ഒരു പ്രോബ്ലം കൊണ്ടാണ് അവൾക്ക് തലയിലേക്ക് അതെടുത്ത് കാണിക്കണത് എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടലിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് താരം വരാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ പോയിട്ടില്ലെങ്കിൽ നമുക്ക് താരം വരാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വയറും തലയായിട്ട് എന്താ ബന്ധം എന്നുള്ളത്. ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആദ്യം കാണിക്കണത് ഈ തലയിലേക്കാണ്. ഈ താരനെ കൂടെയാണ് നമുക്ക് ഈ വക കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുക. പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഗ്യാസ് ഇല്ലാത്ത മനുഷ്യന്മാരൊന്നുമില്ല അല്ലേ. ഇപ്പോൾ പച്ചവെള്ളം കുടിച്ചാലും ഗ്യാസ് എന്ന് പറഞ്ഞ പോലെ അത് വിചാരിച്ചിട്ട് പലരും പലതും കഴിക്കാതിരിക്കണമൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ട പല സാധനങ്ങളും ഈ ഗ്യാസിൻ്റെ പേരിൽ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഗ്യാസിനെ ആദ്യം മാറ്റിയെടുക്കണം. ഞാനതിന് സിമ്പിളായിട്ടൊരു ചെറിയൊരു റെമഡി ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ചെയ്യണതാണ് കേട്ടോ. ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഇപ്പോൾ നമ്മുടെ കാറ്റ് പോകുന്നു അല്ലേ. ഇപ്പോഴത്തെ ഗ്യാസൊക്കെ വരുന്നത് ആ രീതിക്കാണ്. നമുക്ക് നെഞ്ചിൻ്റെ അവിടെ മാത്രമല്ല, വയറ് വന്ന് വീർക്കുന്നത് വേറെ, അത് കഴിഞ്ഞ് നെഞ്ചത്തേക്ക് എടുക്കുന്ന ഇതുണ്ട്, അത് കഴിഞ്ഞ് നമ്മുടെ ഈ കയ്യിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ അറ്റാക്ക് വന്നിട്ട് നമ്മൾ അടിച്ചു പോകാമെന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് വരാം. പക്ഷേ ഇത് എല്ലാതും അങ്ങനെ വിചാരിക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള വേദനകൾ, ഈ സൈഡിലുള്ള വേദനകളൊക്കെ വരുന്നത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഗ്യാസ് കളയണം. അത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിന് എത്ര കാലം നമുക്ക് ഗുളിക കഴിക്കാൻ പറ്റും ഈ ഗ്യാസിന്. അപ്പോൾ നമുക്ക് വീട്ടിൽ നമ്മുടെ അടുക്കളയിലത്തെ കുറച്ച് സാധനങ്ങളിട്ട് തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ മാറും. അത് ഒരുപാട് ഗുണം ചെയ്യണ കാര്യം ഒരു വെള്ളമാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ താരനുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർ, കുടലിൻ്റെതായ സംബന്ധിച്ച് പ്രശ്നങ്ങളുള്ളവർ, ദഹനം ശരിയായിട്ടില്ല, ആദ്യമൊക്കെ അവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഈ നാച്ചുറൽ ടിപ്പുകളൊന്നും ചെയ്യാൻ നേരമില്ലാത്തവർക്ക് നമുക്കിവിടെ ഡോക്ടർ എഴുതി തന്നിട്ടുള്ളതാണ് സ്കാൽപ്പ് എന്ന് പറഞ്ഞ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു. ഇത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടല്ല ചെയ്യേണ്ടത്. ഇത് നമ്മൾ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് നല്ല റിസൾട്ടുള്ളൊരു സാധനമാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. സ്കാൽപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഞാനത് പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നൊരു ഷാമ്പു ആണ്. അപ്പോൾ അത് ആദ്യം ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഗ്യാസ് പോകാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ പറഞ്ഞില്ലേ, അത് മാത്രമേ വേണ്ടൂ. കുറച്ച് ജീരകം എടുക്കുക, കുറച്ച് ഉലുവ എടുക്കുക, ഒരു 3-4-5 പോറ്റ് വെളുത്തുള്ളി എടുക്കുക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക, ഒരു 5-6 കുരുമുളക് എടുക്കുക. ഇതൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടിയിട്ട് ആദ്യം തിളപ്പിക്കുക. ആദ്യം തിളപ്പിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കുന്ന വെള്ളത്തിലേക്ക് ഇടുക. പിന്നെ അതിലോട്ട് നമ്മൾ ജീരകം ഇടുക, ഉലുവ ഇടുക. പിന്നെ നമുക്ക് ഫ്രഷ് കറിവേപ്പിൻ്റെ ഇലയും ഒരു തുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. അതിങ്ങനെ വറ്റിച്ചെടുക്കൊന്നും വേണ്ട. ആ തിളപ്പിച്ചിട്ട് ഉള്ള വെള്ളം ഇപ്പോൾ ഒരു 3-4 ഗ്ലാസ്സൊക്കെ നിങ്ങൾ വയ്ക്കുക. വൈകിട്ടാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു വെള്ളം കുടിക്കാം.
നല്ല റിസൾട്ട് വെച്ച് നിങ്ങളുടെ ഈ വയറ്റിൽ ഈ ഗ്യാസ് വന്നിട്ട് ഇത്രയ്ക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കാറ്റഴിച്ചിട്ട് പോലെ ആ ഗ്യാസൊക്കെ പോയി കിട്ടും കേട്ടോ. നമുക്കൊക്കെ ഒരുപാട് ഗ്യാസ് മേപ്പട്ടേക്ക് തന്നെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സുഖം കിട്ടും. അടിപൊളി റിസൾട്ട് കിട്ടുന്ന വെള്ളമാണ്. സഹിക്കാവുന്ന ചൂട്ടോട് കൂടിയിട്ട് കുടിക്കുക. ഇത് ഗ്യാസ് പോകാനായിട്ടുള്ള ഒരൊറ്റമൂല്യം കൂടിയിട്ടാണ്. നിങ്ങളൊരു 2 ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ ഇപ്പോൾ കാറ്റ് പോകുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കൊക്കെ കാറ്റൊക്കെ തിരിച്ച് കിട്ടും കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഞാനത് ഇട്ട് തരാം. അപ്പോൾ നിസ്സാരമാണ്. ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, ഉലുവ. ഈ വെള്ളം നമ്മൾ തലേദിവസം രാത്രി തിളപ്പിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ബാക്കിയുണ്ടെങ്കിൽ കാലത്ത് വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ ആ കാലത്ത് തൊട്ടുള്ള ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറും. വണ്ണം കുറയാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ ഉലുവ വെള്ളം. നമ്മുടെ ഷുഗർ കുറയ്ക്കാനും തടി കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതിൽ അടങ്ങിയിട്ടുള്ള ഓരോ ഐറ്റംസും നമുക്ക് ശരീരത്തിന് അത്രയധികം ഗുണം ചെയ്യണ ഒന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് ഓരോ വെള്ളം കാലത്ത് വെറും വയറ്റിൽ കഴിക്കാൻ നിൽക്കണ്ട. ഈ ഒരൊറ്റ വെള്ളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഐറ്റമാണ്. അപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഇന്ന് തന്നെ തിളപ്പിക്കുക. 2 ദിവസം കൊണ്ട് നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചേച്ചി എന്ന് നിങ്ങൾ ഉറപ്പായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുന്നുള്ള കാര്യം എനിക്കറിയാം. ഞാനിതോട് പലർക്കും പറഞ്ഞു കൊടുത്ത് ഇവിടെ വീട്ടിലും ചില സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ നെഞ്ചത്ത് അടപ്പ് പോലെ വരികയാണെങ്കിൽ അപ്പോൾ വേഗം പോയി തിളപ്പിച്ച് ഈ ഒരു ഐറ്റം കഴിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പരിപ്പ്, കടല, മുതിര, ഉരുളൻകിഴങ്ങ് അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് കഴിക്കാനും പറ്റും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നമേ ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്തും കഴിക്കാം കേട്ടോ. അപ്പോൾ അത് ഗ്യാസ് പോകാനുള്ള ഒരു ഒറ്റമൂല്യമാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യുക. ഇനി നമുക്ക് ഹെയറിലേക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിമുട്ട അതിൻ്റെ വെള്ളം എടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ചെറുനാരങ്ങ നീരും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് തലയോട്ടിമൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്കുക, കഴുകിക്കളയുക. ഇത് ഈ കുടലിൻ്റെ പ്രശ്നം, ഗ്യാസിൻ്റെ പ്രശ്നവും ദഹന പ്രശ്നമൊന്നും ഇല്ലാത്തവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ താരനൊക്കെ നല്ല പോലെ പോയി കിട്ടും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഈ താരനുണ്ടെങ്കിൽ ആദ്യം താരനെ നല്ല പോലെ ചീർപ്പുകൊണ്ട് ഇളക്കി മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ഈ പേക്കോൾ ഇടാനായിട്ട്. ഈ ചിലവർക്കൊക്കെ നല്ല കട്ടിയിലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നല്ല ചീർപ്പുകൊണ്ട് നല്ല പോലെ ഇങ്ങനെ ചിരണ്ടി കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം നമുക്ക് എൻ്റെ തലയിൽ ഒരൊറ്റ താരനില്ല. അപ്പോൾ നമ്മൾ ഈ പാക്ക് എടുത്ത് ഞാനിവിടെ കാണിച്ചാലും അത് വെറുതെ വേസ്റ്റായിട്ട് പോവുള്ളൂ. കോഴിമുട്ടയ്ക്കൊക്കെ അത്യാവശ്യം വിലയൊക്കെ ഉണ്ട്. അങ്ങനെ എപ്പോഴും നമ്മൾ കോഴിമുട്ട എടുത്ത് ചിലവാക്കി കളയേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയും ചെറുനാരങ്ങ നീരും അധികമൊന്നും വേണ്ട. പലർക്കും പേടിയാണ് ചെറുനാരങ്ങ നീര് തേച്ച് കഴിഞ്ഞാൽ തലയിലത്തെ മുടി പോകുമെന്ന്. നമുക്ക് ഒരു പകുതി മുറിയുടെ ചെറുനാരങ്ങ നീര് മാത്രമേ വേണ്ടൂ. അത് നല്ല പോലെ മുടിമേലേക്കല്ല, നല്ല പോലെ സ്കാൽപ്പിൽ മസാജ് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാൻ വേണ്ടൂ കേട്ടോ. അപ്പോൾ അതൊരു ഒന്നാമത്തെ കാര്യം. പിന്നെ ഡെയിലി പറ്റിഞ്ഞ് തല കുളിക്കണവരാണെങ്കിൽ കറ്റാർ വാഴ അതുമാത്രം നിങ്ങൾ തലയിലേക്ക് നല്ല പോലെ തേച്ച് കൊടുക്കുക. ഇനി കറ്റാർ വാഴയും തൈരും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മിക്സിയിലടിച്ചിട്ട് നിങ്ങൾക്ക് തലയിൽ തേച്ച് കൊടുത്താലും താരം പോവാൻ നല്ലതാണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുഞ്ഞു ഉള്ളിയുടെ നീരും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയുടെ നീരും പിന്നെ നമ്മൾ ഏതെണ്ണയാണോ നമ്മൾ തലയിൽ തേക്കണവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 3 കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തേച്ച് കൊടുക്കുക, കഴുകിക്കളയുക. ഇതൊക്കെ താരം പോവാനുള്ള ഞാനിവിടെ ചെയ്യണ ചെറിയ ടിപ്സുകളാണ്. വല്ലാണ്ടുള്ള ആ മുട്ടയുടെയും ആ ചെറുനാരങ്ങ നീരും തന്നെ തേക്കുമ്പോൾ തന്നെ താരം പോകുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പോൾ താരം പോകാനുള്ള കുറച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇനി ഒരുപാടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം കൂടിയിട്ട് ചെയ്യണ്ട. നിങ്ങൾ ഏതൊരു കാര്യമാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ട് കുറച്ചാൾ അടുപ്പിച്ച് ചെയ്യുക. അപ്പോൾ അത് മാറി കിട്ടും. അപ്പോൾ ഈ മുട്ടയുടെയും ചെറുനാരങ്ങ നീരും ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ചെയ്താൽ മതി. ചെയ്യേണ്ട ഒരു കാര്യം നല്ല പോലെ മുടി ചീകിയിട്ട് ആ സ്കാൽപ്പിനെ വൃത്തിയിൽ കൊണ്ട് നടക്കണം. അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മുടെ ബേബി ഷാമ്പോ അല്ലെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള ഷാമ്പു ഒക്കെ ഉപയോഗിച്ചിട്ട് തലയിൽ അഴുക്കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴുകിക്കളയുക. ഇനിയിപ്പോൾ വിശർപ്പ് കാലമാണ്, നല്ലപോലെ തലയിൽ അഴുക്കിരിക്കും, അങ്ങനെ നമുക്ക് താരം വരാം. അത് ഒരെണ്ണമൊക്കെ വന്നാൽ മതി, നമ്മുടെ മുടി കംപ്ലീറ്റ് പോയി കിട്ടും. അപ്പോൾ മുടി പോവാതെ നോക്കാമെന്ന് പറഞ്ഞത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രമിച്ചാലാണ് നടക്കുള്ളൂ. അത്
ഒറ്റ ഇതിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പാക്കുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഒറ്റ ഇതിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ ഒരു പാക്ക് ഇട്ടതിൻ്റെ ആ ഒരു തെളിച്ചൊക്കെ ഇപ്പോഴും നമ്മുടെ മുഖത്ത് നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഞാനിവിടെ അത് ഇരുന്ന് കാണിക്കുന്നുണ്ട്, ലൈവ് റിസൾട്ട് നിങ്ങൾ കാണുന്നുണ്ട്. ഈ തലയിലത്തെ കാര്യമൊക്കെ ആകുമ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അത് താരൻ്റെ മാത്രമല്ല, ഏത് പാക്ക് ഇടായാലും ഏത് സ്പ്രേ അടിക്കായാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണം. നമ്മുടെ തലയ്ക്കും നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സമയം ചിലവിടണമെന്നുള്ളത് ഒരു ബോധ്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്കതിന് സമയവും ഉണ്ടാവും. എല്ലാവർക്കും സമയത്തിൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം നമ്മുടെ ശരീരത്തിന് ശ്രദ്ധിക്കാൻ നോക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. ശരീരത്തിൽ വെള്ളം ഇല്ലെങ്കിൽ നമ്മുടെ തലയിൽ ഓട്ടോമാറ്റിക് നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആയി പോണതിൻ്റെ ഒപ്പം തലമുടി ഡ്രൈ ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും വെള്ളം കുടിച്ചിട്ട് ഇതിങ്ങനെ പോണത് എങ്ങനെ തലയിലേക്ക് എത്തണേന്ന്. നമ്മുടെ റൂട്ടൊക്കെ ക്ലിയർ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടിയിൽ മുടിയിലേക്ക് വെള്ളം ഒഴിക്കുന്നതല്ല, നമ്മുടെ ശരീരത്തിലോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കുടലിൻ്റെ പ്രശ്നങ്ങൾ മാറും, ദഹന പ്രക്രിയയൊക്കെ ശരിയായിട്ട് വരും. അപ്പം നമ്മുടെ ഓട്ടോമാറ്റിക് നമ്മുടെ ഈ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വേദനകൾ ഇതൊക്കെ മാറി കിട്ടണമെങ്കിൽ ഈ വെള്ളം കൂടി നല്ലതാണ്. ശരീരത്തിൻ്റെ ഭാരം കുറയണമെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ ഒക്കെ നല്ലത് തന്നെയാണ്. അത് വിചാരിച്ചിട്ട് എന്നാൽ ഞാൻ 2 ലിറ്റർ വെള്ളം എടുക്കട്ടെ, ഞാനിങ്ങോട്ട് ഇരുന്ന് കുടിക്കട്ടെ എന്നങ്ങനെ വിചാരിക്കല്ല. നമ്മൾ ദാഹിക്കുമ്പോഴാണ് വെള്ളം കുടിക്കേണ്ടത്. അപ്പോൾ മസ്റ്റായിട്ടൊരു 3 ലിറ്റർ വെള്ളമെങ്കിലും കഴിക്കണം. ഇനിയിപ്പോൾ വേനൽക്കാലം വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം കൂടുതൽ കുടിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. താരം പോകാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച ആൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഈ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പലരും മറന്നു പോകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹൈപ്പിൻ്റെ ആ ഒരു ഓപ്ഷൻ വന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ധൃതിയായിരുന്നു ഹൈപ്പ് കൊടുക്കാനായിട്ട്. ഇപ്പം അങ്ങനെ ആരും ഹൈപ്പൊന്നും ചെയ്യണില്ല. ഹൈപ്പ് പോയിട്ട് വ്യൂസ് തന്നെ വളരെ കുറവാണ്. എല്ലാവർക്കും അറിയാം. എല്ലാവരും വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ വ്യൂസ് ഇല്ലാണ്ടാകുമ്പോൾ മനസ്സ് മുടക്കുന്നുണ്ട്. എന്നാലും ഞങ്ങൾ വീഡിയോ ഇടും. സപ്പോർട്ട് ചെയ്യണവർ നമ്മളെപ്പോഴായാലും സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പം എല്ലാവരും ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. കുറച്ചൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക, ഷെയറിങ് പോയാൽ തന്നെയാണ് ഞങ്ങൾക്കും ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കും ഇത് കാണുന്ന ആൾക്കാർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് തലമുടിയൊക്കെ ശരിയാക്കി തരുന്നതാണ് ഞങ്ങളുടെ ഒരു ഡ്യൂട്ടി. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൂടി സഹകരിക്കണം. നിങ്ങൾ സഹകരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കാര്യം മാത്രമല്ല, ഞാൻ ഈ ചാനൽ നടത്തിക്കൊണ്ടാണ് എല്ലാവരുടെ കാര്യം പറഞ്ഞത്. എല്ലാവർക്കും വ്യൂസ് കുറവ് തന്നെയാണ്. അതിപ്പോൾ യൂട്യൂബ് എന്തെങ്കിലും ചെയ്തു വെച്ചതാണെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് വരുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, അതും വളരെ കുറവാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഫസ്റ്റത്തെ കിട്ടിയ പിന്നെ എനിക്ക് പിന്നെ കിട്ടിയിട്ടില്ല. അത് ഇപ്പോൾ ഇനി അടുത്തതിലേക്ക് ആവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോ ഒക്കെ ഇടുക. എല്ലാവരും മനസ്സ് മടുക്കാണ്ടൊക്കെ എല്ലാവരും ശ്രമിക്കുക. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.